ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും ഒരുമിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഒരുമിച്ച് വിളിക്കുന്നു. വിശ്വാസത്തോടെ വിളിക്കുന്നു. സർവശക്തിയോട് കൂടെ വിളിക്കുന്നു. എനിക്ക് രക്ഷ നൽകുന്നത്, എനിക്ക് സൗഖ്യം നൽകുന്നത് യേശുവേ, യേശുവേ, എന്റെ മേൽ കരുണയായിരിക്കണമേ. യേശുവേ, യേശുവേ, എന്റെ മേൽ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. അനുഗ്രഹമാകും ഞാൻ അനുഗ്രഹമാകും യേശുവിൻ നാമത്താൽ ഞാൻ അനുഗ്രഹമാകും. എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹമാകും ഞാൻ അനുഗ്രഹമാകും യേശുവിൻ നാമത്താൽ ഞാൻ അനുഗ്രഹമാകും. ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ ദൈവം അബ്രഹത്തെ വിളിക്കുമ്പോൾ അബ്രഹത്തോട് പറയാം, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നീ ആരൊക്കെ അനുഗ്രഹിക്കുന്നോ അവരൊക്കെ അനുഗ്രഹിക്കപ്പെടും. കേട്ടില്ലേ? ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നമ്മുടെ ഭവനത്തിൽ, നമ്മൾ ജോലി ചെയ്യുന്നിടങ്ങളിൽ, നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ ഒരു അനുഗ്രഹമായി മാറേണ്ടുന്നത് വരെ നമ്മൾ മോശയെ ദൈവം വിളിച്ച് അനുഗ്രഹമാക്കി മാറ്റിയില്ലേ? അബ്രഹത്തെ വിളിച്ച് അനുഗ്രഹമാക്കി മാറ്റിയില്ലേ? നമ്മളുമൊക്കെ അനുഗ്രഹമായി മാറേണ്ടുന്നതാ. നമ്മുടെ ജീവിത പങ്കാളിയുടെ മക്കൾക്കും ഒക്കെ അനുഗ്രഹമായി മാറേണ്ടുന്നവർ, നമ്മുടെ അയൽവക്കക്കാർക്ക്, ചുറ്റുപാടുകളിൽ, നമ്മുടെ ജോലി സ്ഥലത്തും ഒക്കെ അനുഗ്രഹമായി മാറേണ്ടുന്നവർ. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ ഒരു അനുഗ്രഹമാക്കി രൂപപ്പെടുത്തണമേ തമ്പുരാനെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരുമിച്ചൊന്ന് പാടി പ്രാർത്ഥന. എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹമാകും ഞാൻ അനുഗ്രഹമാകും യേശുവിൻ നാമത്താൽ ഞാൻ അനുഗ്രഹമാകും. അനുഗ്രഹമാകും ഞാൻ അനുഗ്രഹമാകും യേശുവിൻ നാമത്താൽ ഞാൻ അനുഗ്രഹമാകും. ദൈവം മോശയെ വിളിച്ച മോശ ഇങ്ങനെ ഇസ്രായേൽ ജനത്തെ നയിച്ചുകൊണ്ട് വരികയാണ്. പക്ഷേ ഒടുവിൽ കാനാൻ ദേശത്തിനടുത്തെത്തുമ്പോൾ ദൈവം മോശയെ വിളിക്കുന്നുണ്ട്, മലമുകളിലേക്ക് കയറുക. കയറി വന്നപ്പോൾ ദൂരെ കാനാൻ ദേശം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. മോശയോട് പറയുന്നു, നീ ആ നാട്ടിൽ പ്രവേശിക്കുക.